മണ്ണഞ്ചേരി സൈറ്റിൽ ബാക്കി വർക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു പ്രശ്നം പറ്റിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഗ്രാസ് വെക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഇപ്പോൾ ഫിനിഷ് ചെയ്യാനുള്ള ഇതെന്താണ് ഇത്രയും ഭാഗം മാത്രം നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്റ്റോൺ വർക്ക് ചെയ്തിട്ടില്ലേ, അപ്പോൾ ഇത് ചെയ്യുന്ന സ്റ്റോൺ എല്ലാം നമ്മൾ അവിടെയാണ് അടുക്കി വെച്ചിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ആ സ്റ്റോൺ അവിടെ ഇരുന്നുകൊണ്ട് അത്രയും ഭാഗം ചെയ്യാതെ വിട്ടാൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ടേ. സ്റ്റോൺ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടുന്ന് നേരെ അതുപോലെ ഇതിൻ്റെ അകത്ത് ഒരു ഡിസൈനിൽ തിരിച്ചായിട്ടേക്കുന്നത് അങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ കാണുന്ന ഈ കെട്ടുണ്ടല്ലോ, ഇവിടെ ഒരു കെട്ടുണ്ട്, ഇവിടെ ഒരു കെട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പെബിൾസാണ് കേട്ടോ ഇടുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടി വെച്ച് വിടാണ്ട് സൈഡ് ഇങ്ങനെ ഡിസൈൻ ചെയ്തേക്കുവാണ്. സൈഡ് നമ്മൾ വേറെ താണ്ടൂർ സ്റ്റോൺ എടുത്തിട്ട്, ഇത് കടപ്പയാണ്, അപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ്. സൈഡ് ചെയ്തേക്കുന്നത് താണ്ടൂർ സ്റ്റോണാണ്. അപ്പോൾ അതിനൊരു കളർ വ്യത്യാസം വരും, ഒരു ഗ്രേ കളർ പോലെ. അതുപോലെ ഈ ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന ഇട്ടേക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ താണ്ടൂർ സ്റ്റോണാണ്. ഒരു ഡിസൈൻ വരാൻ വേണ്ടി അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ ഗ്രാസും കൂടി പിടിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യാതെ വിട്ട ഏരിയ നമ്മളെ വേസ്റ്റ് എല്ലാം മാറ്റി മണ്ണ് ലെവലാക്കി ഗ്രാവലിട്ടിട്ട് ഇങ്ങനെ തന്നെ ഗ്രാസ് നട്ട് അത്രയും ഭാഗം അങ്ങ് ഫില്ല് ചെയ്തേക്കാൻ വേണ്ടി പോകാം കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ആ ഒരു സൈഡിൽ കിടക്കുന്ന ഗ്രാവലുണ്ട്, ആ ഗ്രാവൽ വേണം നമുക്ക് ഇങ്ങോട്ട് ഇടാനായിട്ട് കേട്ടോ. ഈ ഒരു ഇത്ര ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ പുല്ല് വെച്ചേക്കുന്നത് അങ്ങോട്ടും കൂടി വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്കിനി ഇതിൻ്റെ നിന്നുള്ള കള പറിക്കണം. ചെറുതായിട്ട് കള പിടിച്ചിട്ടുണ്ട്. കള പറിച്ചിട്ട് നമുക്ക് വളം കൂടി ഇടണം കേട്ടോ. ഓ ഷീറ്റ്, മഴ പെയ്യാൻ തുടങ്ങി. പ്രകൃതി ഇച്ചിരി പാരയാണ് നമുക്കിപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർ പോച്ചിൻ്റെ അകത്തേക്ക് വണ്ടി ജസ്റ്റ് ഇട്ട് നോക്കാൻ വേണ്ടി പോകട്ടെ. ഇത് നമ്മുടെ സാറിൻ്റെ വണ്ടിയാണ്. സാറ് ഇവിടെ ഇല്ല, സാറ് പൂനെ വരെ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടി തൽക്കാലം ഒന്ന് പോർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറ്റിടാം. അതെ, സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് ഉള്ളിലേക്ക് മൊത്തം വെള്ളം കയറാനുള്ളൊരു സാധ്യതയുണ്ട്. പോട്ടെ കുറച്ചുകൂടെ പോട്ടെ. ആ മതി. ഇതിൻ്റെ സൈഡൊക്കെ ഞങ്ങളെടുത്ത് കളഞ്ഞ ഈ ടൂൾസ് കയറ്റാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, ഈ സാധനം വെറുതെ വെച്ചിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നിന്ന് നെട്ടുമ്പോൾ കേട്ടോ, ഇത് ഊരി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറ്റാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ നമ്മുടെ ടൂൾസ് എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ പെട്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുക. ഒക്കെ നമ്മൾ ഗ്രാവലിട്ട് തുടങ്ങി കേട്ടോ. അത്രയും ഭാഗം ലെവലാക്കിയിട്ടുണ്ട്. വീണ്ടും മഴ, രണ്ടാമത്തെ റൗണ്ട് മഴയാണ്. മഴ നല്ല പണിയാണ് കേട്ടോ. നമുക്ക് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്ര ഏരിയ നേരത്തെ കാണിച്ചില്ലേ, ആ ഏരിയ ക്ലീൻ ചെയ്ത് നമ്മളിവിടെ ഗ്രാവലിടാൻ തുടങ്ങിയായിരുന്നേ. അപ്പോൾ ഇത്രയും ഭാഗം ഗ്രാവലിട്ട് ലെവലാക്കിയിട്ട് നമുക്ക് ഈ നട്ടേക്കുന്ന പോലെ പുല്ല് നടണം. ഇനിയിപ്പോൾ നമുക്ക് പുല്ലെടുക്കാനൊക്കെ പോകണം. അതുപോലെ കുറച്ച് മരങ്ങളൊക്കെ നടാനുണ്ട്. നമ്മൾ നോക്കും, മഴ നോക്കും. ഇനി ഒരു റൗണ്ട് കൂടി മഴ പെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ പുല്ല് വെക്കുന്നത് മിക്കവാറും വേണ്ടെന്ന് നോക്കട്ടോ. കാരണം മഴയുള്ള സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കൈയൊക്കെ മൊത്തം പൊട്ടും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം നല്ല രീതിയിൽ ശരീരം നന്നായിട്ട് കുതിരും കുറച്ച് നേരം നനഞ്ഞു കഴിയുമ്പോൾ. ശരീരം നന്നായിട്ട് കുതിരും കുറച്ച് നേരം നനഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ നമുക്ക് പണി ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഇവിടെ നമ്മൾ ഗ്രാവലിട്ട് ലെവൽ ചെയ്തൊക്കെ തീർക്കും. സമയം ഒത്തിരി ആയി, ഇപ്പോൾ തന്നെ ഉച്ചയായി സമയം. മഴ ഒരു സുഖമില്ലാത്ത മഴയാണ്. ഏകദേശം കുറേ നേരം ഞങ്ങൾ കയറി നിന്നു. രാവിലെ ഒരു മഴ പെയ്തിട്ട് കണ്ടില്ലേ, മൊത്തം നനഞ്ഞു. അത്യാവശ്യം നല്ല മഴ പെയ്ത്. ഇപ്പോൾ രണ്ടാമത്തെ മഴ ഇപ്പോൾ പൊടിച്ച് നിൽക്കുകയാണ്. എനിക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. സൂം ചെയ്ത് നോക്കാം നമുക്കത്. മഴ ഇങ്ങനെ പൊടിച്ച് നിൽക്കുക. അപ്പോൾ എന്തായാലും നോക്കട്ടെ, നമുക്കിതാ ഗ്രാവൽ കിടക്കുന്ന കേട്ടോ. കിടക്കുന്ന ഗ്രാവൽ കൂടി നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് തീർക്കാം. പിന്നെ പുറത്ത് കുറച്ച് ഗ്രാവൽ കിടപ്പുണ്ട്. നമുക്കിതാ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഈ ഒരു ഏരിയ കൂടി നമുക്ക് ഇതുപോലെ ഈ കാണുന്ന പോലെ മൊത്തത്തിൽ പുല്ല് പിടിപ്പിക്കാനുള്ളൊരു ഏരിയ കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ തൊട്ടടുത്ത് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. നമുക്കിനി വേറെ പെൻഡിങ് ആയി കിടക്കുന്ന ഒത്തിരി വർക്കുകളുണ്ട്. നമുക്ക് പത്തനംതിട്ടയിലൊക്കെ വർക്ക് കുറച്ച് പെൻഡിങ് ആയി കിടപ്പുണ്ട്. അതൊക്കെ തീർക്കണം. കുറച്ച് പെരാസൊലി വർക്കുണ്ട്. പിന്നെ നമ്മുടെ ആലപ്പുഴ ഭാഗത്തൊക്കെ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കണം. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വലിയ മഴയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ തന്നെ എത്തി കേട്ടോ. രാവിലെ ഇട്ട് തീർക്കാനുള്ളതൊക്കെ തീർത്തിട്ടുണ്ട്.
നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഫിനിഷ് ചെയ്യും ഇന്നല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ലെവൽ ചെയ്ത് നിർത്തിയെന്നേ ഉള്ളൂ, ഇന്ന് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഏരിയയില്ലേ, ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഒരു കോൺക്രീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ മൊത്തം സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് പെബിൾ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ലെവലാക്കി വാട്ടർ ലെവലൊക്കെ ചെയ്തിട്ട് ഗ്രാവലിടുകയാണ്. അപ്പോൾ ഗ്രാവലിൻ്റെ ഒരു ചെറിയൊരു ലെവലിട്ട് നമ്മൾ നിരത്തിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഷീറ്റ് ഇടുന്നുണ്ട്. ഷീറ്റ് ഇട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മെറ്റലും കൂടി ഇടുന്നുണ്ട്. അതിൻ്റെ പുറത്തേക്ക് പെബിൾ ഇടും. പെബിൾ ഓൺ ദ വേ ആണ് കേട്ടോ, പെബിളിപ്പോൾ വരും. അപ്പോൾ പെബിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് അത് ഇടാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഏരിയ കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് മുഖം മാറ്റാൻ വേണ്ടി പോകണം. ചട്ടിക്ക് ഒരു അറിയട്ടെ. ആ ചട്ടിക്ക് പറഞ്ഞോ. മരത്തിൽ വരുന്നു. അങ്ങനെ നമ്മൾ ഗ്രാവൽ ലെവലാക്കി അതിൻ്റെ പുറത്തേക്ക് ഷീറ്റ് വിരിച്ചു. ഷീറ്റിൻ്റെ പുറത്തേക്ക് നമ്മൾ മെറ്റിലിറക്കി ലെവലാക്കിയേക്കാണ് കേട്ടോ. ഫുള്ള് നമ്മൾ ലെവലാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് പെബിൾ ഇടേണ്ടത്. അപ്പോൾ പെബിൾ ഓൾറെഡി നല്ല അഴുക്കുണ്ട് കേട്ടോ, വാഷ് ചെയ്യാത്ത പെബിളാണ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെബിൾ നമ്മളെടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇടാൻ പോകട്ടോ. പുറത്ത് നേരത്തെ ഇടാൻ പോവാണ്. ഇട്ടിട്ട് അവിടെ ഇട്ട് തന്നെയാണ് കേട്ടോ വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെള്ളം ഇതിൻ്റെ താഴത്തേക്ക് എന്തായാലും പൊക്കോളും. നമ്മുടെ സാധാരണ മണ്ണാണ് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ മണ്ണ് തൈ കാണുന്ന മണ്ണാണ് കേട്ടോ. അപ്പോൾ എന്തോരം വെള്ളം ഉണ്ടെങ്കിലും സാവധാനം താഴത്തേക്ക് ഇറങ്ങി പൊക്കോളൂ. നമ്മൾ കഴുകുന്ന സമയത്ത് മാത്രമേ കുറച്ച് വെള്ളം മേളിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകണം. കാരണം നല്ല മഴയുള്ള സമയമായതുകൊണ്ട് എന്തായാലും ഡെയിലി മഴ നനഞ്ഞിട്ട് ബാക്കി അഴുക്കും കൂടി പൊക്കോളും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ എന്താ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ കല്ലുള്ളത്. ചെളി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൂ കേട്ടോ. നമുക്കിതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ എന്തായാലും നമ്മൾ വാഷ് ചെയ്ത് കഴിയുന്ന സമയത്തേക്ക് ഇതിൻ്റെ അഴുക്കെല്ലാം താഴത്തേക്ക് ഇറങ്ങി പൊക്കോളും. നമ്മൾ ഓൾറെഡി ബേബി മീറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് അഴുക്കെല്ലാം പൊക്കോളും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെബിളെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഇട്ടിട്ട് അവിടെ ഇട്ടുകൊണ്ടായിരിക്കും നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ നോക്കി ഇത്രയും കൂട്ടണ്ട അങ്ങോട്ടും ഇട്ട് വലിച്ചു പോകും. വെൽക്കം ബാക്ക് ടു ലീഫ് ഗാർഡൻ ക്രാഫ്റ്റേഴ്സ്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ റീൽസിൽ എല്ലാവരും, അതായത് ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് മണ്ണഞ്ചേരി സൈഡിലെ വീഡിയോസ് കേട്ടോ. അപ്പോൾ ആൾക്കാർ കുറേ പേര് എന്നോട് തിരക്കുന്നുണ്ട്, ഇത് എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്, ബാക്കി വർക്കുകൾ എപ്പോഴാണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, നമ്മളിവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പോർഷൻ തൊട്ട് ആ ഒരു പോർഷൻ വരെയാണ് നമ്മൾ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നെന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു പേൾ ഗ്രാസിൻ്റെ ലോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ കാട് പിടിച്ചിടുന്ന ഏരിയയൊക്കെ നമ്മൾ ക്ലീനാക്കി ഇവിടെ ഗ്രാവൽ ഇറക്കി ഇവിടെ ഇതുപോലെ പേൾ ഗ്രാസ് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്.
അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും ഇവിടുന്ന് ആ ഒരു അറ്റം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു നടുക്കത്തെ പോർഷൻ നമ്മൾ ഇന്നാണ് നട്ടത്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിതാ ആ പോർച്ച് കണ്ടില്ലേ, ഈ പോർച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മളിതാ ഇതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും നോക്കിയാൽ അറിയാം നമ്മളവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സ്റ്റോണെല്ലാം നമ്മളിവിടെയാണ് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് അത്ര ഏരിയ മാത്രം നമ്മൾ വെക്കാതെ വിട്ടത്. ബാക്കിയുള്ള ഭാഗമെല്ലാം നല്ല രീതിയിൽ ഗ്രോത്തായി വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമുക്ക് വന്നാൽ മതി. ബാക്കി ഈ ഒരു പോർഷൻസ് എല്ലാം നമ്മൾ ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഗ്രാസും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന പഴയ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ പെബിൾ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി ഉള്ളതെന്ന് പറയുന്നത് ഈ ഇടയ്ക്കൊക്കെ കാണുന്ന പ്ലാന്റ്സ് അല്ലേ, അത് പ്ലാവ്, പേര അങ്ങനെയുള്ള ഒരു സാധനങ്ങളാട്ടോ, ചാമ്പയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ പ്ലാന്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഇനി ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്പോൾ ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഓവറോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്.